ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് അഥവാ FMO എന്ന വിഷയത്തിലെ മൊഡ്യൂൾ 1 ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നതാണ് നമ്മളുടെ പരിഗണനയിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പാഠം. ദ ഫങ്ഷൻസ് ഓഫ് റേസിംഗ് ഫണ്ട്സ്, ഇൻവെസ്റ്റിംഗ് ദം ഇൻ അസറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് റിട്ടേൺസ് ഏൺഡ് ഫ്രം അസറ്റ്സ് ടു ഷെയർ ഹോൾഡേഴ്സ് ആർ ജനറൽ ഫിനാൻസ് ഫങ്ഷൻസ്. അതായത് ധനകാര്യ ധർമ്മങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്, അതായത് കുറച്ച് ഫണ്ട് റേസ് ചെയ്യുക, അത് ഏതെങ്കിലും അസറ്റ്സിൽ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക്, ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് പൊതുവെ ജനറൽ ഫിനാൻസ് ഫങ്ഷൻസ് എന്ന പേരിൽ നമ്മൾ അറിഞ്ഞിരുന്നത്, പഠിച്ചിരുന്നത്. അതായത് അങ്ങനെ വെച്ച് ചിന്തിക്കുമ്പോൾ എല്ലാത്തരം ബിസിനസ് പ്രവൃത്തികളും നേരിട്ടോ അല്ലാതെയോ ഫണ്ടുകൾ എവിടെന്നെങ്കിലും സമാഹരിക്കുകയും അത് ഉപയോഗിക്കുകയും അതിൻ്റെ പ്രയോജനം, ലാഭം അതിൻ്റെ പണം മുടക്കിയ ആൾക്കാർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഏർപ്പാടുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാത്തരം ബിസിനസ് പ്രവർത്തനങ്ങളും വാസ്തവത്തിൽ ഒരുതരം ഫിനാൻസ് ഫംഗ്ഷൻ തന്നെയാണ് അവിടെ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലായി. ആദ്യ ഭാഗത്ത് നമ്മൾ എന്താണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്നത് മനസ്സിലായി. ഇനി എന്താണ് സേവിങ്സ്, എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്നതിനെ കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ബേസിക്കലി സേവിങ്സ് ആർ ജനറേറ്റഡ് വെൻ എ പാർട്ട് ഓഫ് ദി ഇൻകം ഈസ് സെറ്റ് അസൈഡ് ഓൺ എ റെഗുലർ ബേസിസ്. ഒരു ഇൻകത്തിന്റെ ഒരു ഭാഗം ഒരു റെഗുലർ ബേസിൽ നമ്മൾ നിരന്തരമായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു നിശ്ചിത തുക വീതം മാറ്റി വയ്ക്കുക നമ്മുടെ വരുമാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത തുക വീതം വരുമാനത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക, അങ്ങനെ സമ്പാദ്യം ഉണ്ടാക്കുക. ഇതാണ് അടിസ്ഥാനപരമായി സേവിങ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദി ഡിസ്പോസിബിൾ ഇൻകം നോട്ട് സ്പെൻഡ് ഓൺ കൺസംഷൻ. അതായത് നമുക്ക് കിട്ടുന്ന ആകെ വരുമാനത്തിന്റെ ചെലവഴിക്കാത്ത ആ ഭാഗമുണ്ടല്ലോ, ഉപഭോഗ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാത്ത, എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ കയ്യിലിരിക്കുന്നതുമാണ്, ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്നതുമാണ്. പക്ഷെ അതിൽ കുറച്ച് ഭാഗം നമ്മൾ കൺസംഷൻ, ചിലപ്പോൾ ഉപഭോഗ വസ്തുക്കൾ വാങ്ങാനും നമ്മുടെ വസ്ത്രങ്ങളും ഭക്ഷണവും അല്ലെങ്കിൽ യാത്രാ ചെലവും ഒക്കെ ആയിട്ട് എടുക്കുന്നു. പക്ഷേ ബാക്കി നമ്മൾ ഉപയോഗിക്കാതെ മിച്ചം പിടിക്കുന്നത് അതാണ് സേവിങ്സ് എന്നതുകൊണ്ട് മറ്റൊരർത്ഥത്തിൽ പറയുക. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇൻവെസ്റ്റ് മീൻസ് ടു അലോക്കേറ്റ് സേവിങ്സ് ഫോർ അക്വയറിങ് സം അസറ്റ്സ്. അതായത് ഏതെങ്കിലും ഒരു ആസ്തി, ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന്, ഒരു വീട് വാങ്ങിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങിക്കുന്നതിന്, ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നതിന്, ഏതെങ്കിലും ചില ആസ്തികൾ വാങ്ങിക്കുന്നതിന് നമ്മുടെ കയ്യിൽ മിച്ചം പിടിച്ച ആ പൈസ ഉപയോഗിക്കുക, അതാണ് ഇൻവെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തത് എന്താണ് സേവിങ്സ്, എന്താണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും ഭാവിയിലേക്ക് നമ്മുടെ ഇൻകത്തെ വർദ്ധിപ്പിക്കും. ഇറ്റ് വിൽ അപ്രീഷിയേറ്റ് അവർ ഇൻകം വാല്യൂ ഓർ ഇൻകം ജനറേറ്റിംഗ് പോസിബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ അത് കൂടുതൽ വരുമാനം ഉണ്ടാക്കി തരുമെന്നർത്ഥം. എന്ന് വെച്ചാൽ ഒരു 2 ബെഡ്റൂം വീടാണ് നമുക്കിപ്പോൾ ഉള്ളതെങ്കിൽ നമ്മൾ ഒരു മുറി കൂടി മിച്ചം പിടിച്ച പൈസ കൊണ്ട് പണിതെടുത്താൽ അത് ഒരു 3 ബെഡ്റൂം വീടായി മാറുന്നു. നമുക്ക് 2 ബെഡ്റൂം വീട് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം 3 ബെഡ്റൂം വാടകയ്ക്ക് കൊടുത്താൽ കിട്ടും. അതായത് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ വീട് എന്ന ഇൻവെസ്റ്റ്മെന്റ് മേൽ കൂടുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് വരുമാന ഉൽപാദന ശേഷി കൂടുന്നു എന്നർത്ഥം. അപ്പോൾ സേവിങ്സിലൂടെ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സാധ്യമാവും. ഇൻവെസ്റ്റ്മെന്റ് നടത്തും തോറും നമുക്ക് ഭാവിയിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയും പോസിബിലിറ്റിയും കൂടുന്നു എന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ when savings are employed to buy assets, നമ്മുടെ കയ്യിലുള്ള മിച്ചം പിടിച്ച പൈസ ഏതെങ്കിലും തരത്തിലുള്ള ആസ്തി വാങ്ങാൻ വേണ്ടിയോ നിർമ്മിക്കാൻ വേണ്ടിയോ ഉപയോഗപ്പെടുത്തുമ്പോൾ, ഓർ ഈസ് മെയ്ഡ് ഇൻ ടു ക്യാപിറ്റൽ, അത് മൂലധനമായി മാറ്റപ്പെടുമ്പോൾ അതിന് ഉൽപാദനക്ഷമത, വരുമാനോൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി അത് വർദ്ധിക്കുന്നു എന്ന ആശയമാണ് മനസ്സിലാക്കേണ്ടത്. അത് ഗുഡ്സ് ഔട്ട്പുട്ട് ആയാലും ശരി, സർവീസ് ഔട്ട്പുട്ട് ആയാലും ശരി. അങ്ങനെ നോക്കുമ്പോൾ സേവിങ്സ് ഈസ് ദ എമൗണ്ട് ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ സ്പെൻഡിങ് ഫ്രം ഡിസ്പോസിബിൾ ഇൻകം. നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്ന ഇൻകത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു, ബാക്കിയുള്ള ഭാഗം മിച്ചം പിടിക്കുന്നു. അതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സേവിങ്സ് എന്ന ചോദ്യം വളരെ കൃത്യമായി നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചു. അപ്പൊ നമുക്ക് ചുരുക്കി ഈ നീല അക്ഷരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കാം. സേവിങ്സ് ആർ മൊബിലൈസ്ഡ് ബൈ ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം. എന്നാൽ ഈ ജനങ്ങൾ ഉണ്ടാക്കുന്ന ഓരോരുത്തരുടെയും വീട്ടിനുള്ളിൽ അലമാരയിലെ ഷെൽഫിനുള്ളിൽ ഇരിക്കുന്ന പണം, മിച്ചം പിടിച്ച പൈസ അവിടെ ഇരുന്നാൽ വർദ്ധിക്കുകയില്ല, അത് രാജ്യ പുരോഗതിക്ക് ഉപകരിക്കുകയില്ല, ബിസിനസ് പുരോഗതിക്ക് ഉപകരിക്കുകയില്ല. അപ്പോൾ അത് ഒരു സ്ഥാപനം എന്ന നിലയിൽ അത് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും അത് വലിയ ഇൻവെസ്റ്റ്മെന്റൽ പ്രോജക്റ്റുകളായിട്ട് രാജ്യത്ത് നിക്ഷേപ പദ്ധതികളായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. അതിന് വഴിയൊരുക്കുന്ന, കളമൊരുക്കുന്ന ഒരു സംവിധാനമോ ക്രമീകരണമോ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് മണി മാർക്കറ്റ് എന്ന പേരിലാവാം, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന പേരിലാവാം. അങ്ങനെ പൊതുജനങ്ങളുടെ വീടുകളിൽ സമ്പാദിച്ചിരിക്കുന്ന പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന സ്കാറ്റേർഡ് സേവിങ്സിനെ എല്ലാം സമാഹരിച്ച് മൊബിലൈസ് ചെയ്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിലേക്ക് കൊണ്ടുവരുന്ന ഏർപ്പാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സിസ്റ്റത്തെ
ത്തിന്റെ സഹായത്തോടുകൂടി ഇന്ത്യൻ ധനകാര്യ സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. നോക്കൂ, നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല, എല്ലാ രാജ്യത്തിനും അവരവരുടെ രാജ്യത്തിനകത്ത് പണം ഇതുപോലെ സമാഹരിക്കുകയും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഏർപ്പാടുകൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതായത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പഠന വിഷയം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുക. ഫിനാൻഷ്യൽ സിസ്റ്റം റിസീവ്സ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദ സർപ്ലസ് യൂണിറ്റ്സ്. മിച്ചം ഇടിയുള്ള യൂണിറ്റുകളിൽ നിന്ന് അവരുടെ മിച്ചമുള്ള പണം എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വിഭവമായി കിട്ടുന്നു എക്കണോമിയിൽ. എന്നിട്ട് അത് ഇൻ ദ ഫോം ഓഫ് സേവിങ്സ് ആൻഡ് സമ്പാദ്യത്തിന്റെ രൂപത്തിലാണ്. ആൻഡ് ട്രാൻസ്ഫർ ദം ടു ഡെഫിസിറ്റ് യൂണിറ്റ്സ്. എന്നിട്ട് അത് പോരായ്മയുള്ള യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ലെൻഡിങ് ആക്ടിവിറ്റീസ്, വായ്പ നൽകൽ പ്രക്രിയയിലൂടെയാണ് അത് ചെയ്യുന്നതെന്നർത്ഥം. എന്താണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ റോൾ ഓഫ് ട്രാൻസ്ഫറിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദ സർപ്ലസ് യൂണിറ്റ്സ് ടു ദ ഡെഫിസിറ്റ് യൂണിറ്റ്സ്. സർപ്ലസ് യൂണിറ്റുകളിൽ നിന്ന് ഡെഫിസിറ്റ് യൂണിറ്റുകളിലേക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ റോളിനെയാണ് വാസ്തവത്തിൽ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് അഥവാ ധനകാര്യ ഇടനില പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റർമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇടനില പ്രവർത്തനമാണ്. അതായത് മിച്ചമുള്ള കൊച്ചു യൂണിറ്റുകളുടെ സമ്പാദ്യം അവർക്ക് ഏറ്റവും ലാഭം കിട്ടുന്ന, വരുമാനം കിട്ടുന്ന, പലിശ കിട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് അവരെ സഹായിക്കുക. ഒപ്പം തന്നെ പൈസയുടെ ഷോർട്ടേജ് ഉള്ള, ഡെഫിസിറ്റ് ഉള്ള യൂണിറ്റുകൾക്ക് അത് എവിടെ നിന്നൊക്കെ കിട്ടാമോ അത് കളക്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഇടയ്ക്ക് മധ്യവർത്തിയായിട്ട് പ്രവർത്തിക്കുക. അതാണല്ലോ ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. സാമ്പത്തിക രംഗത്ത് ഇത്തരം കാര്യങ്ങൾക്ക് ഇടയ്ക്ക് ഇടനില പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇന്റർമീഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫറിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫ്രം ദ സർപ്ലസ് യൂണിറ്റ്സ് ടു ദ ഡെഫിസിറ്റ് യൂണിറ്റ്സ്. ഉണ്ടോ? സർപ്ലസ് യൂണിറ്റുകളിൽ നിന്ന് ഡെഫിസിറ്റ് യൂണിറ്റുകളിലേക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ സൗകര്യമൊരുക്കി കൊടുക്കുന്ന ആ ഏർപ്പാട്, ദാറ്റ് അറേഞ്ച്മെന്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയേഷൻ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് നോക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് ഫ്രം സേവേഴ്സ് ടു ബോറോവേഴ്സ്. സമ്പാദിക്കുന്നവരിൽ നിന്ന് കടമെടുക്കുന്ന ആൾക്കാരിലേക്ക് റിസോഴ്സസിന്റെ ട്രാൻസ്ഫർ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം പ്രവർത്തനങ്ങളാണ്. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതായത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നിങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, അല്ലെ? ഓർഗനൈസ്ഡ് സെക്ടറിലും അൺഓർഗനൈസ്ഡ് സെക്ടറുമായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഫിനാൻഷ്യൽ സിസ്റ്റം പൂർണ്ണമാകുന്നത് എന്നുള്ളത്. അതായത് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എക്സിസ്റ്റിംഗ് ഇൻ എ കൺട്രി ടു എനേബിൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ, അല്ല വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ആ രാജ്യത്ത്, ഒരു രാജ്യത്തിനകത്ത് നിലവിലിരിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ വഴിയൊരുക്കുന്ന നിലവിലിരിക്കുന്ന ഫ്രെയിംവർക്കിന്റെ ഒരു സ്ഥാപനപരമായ ചട്ടക്കൂടിനെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, അതിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതിനകത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസസും, അതായത് ധനകാര്യപരമായ സേവനങ്ങളും വരെ, അതായത് ഫാക്ടറിങ്, ലീസ് ഫിനാൻസിങ്, മർച്ചന്റ് ബാങ്കിങ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ സർവീസസും ഇതിനകത്ത് വരുന്നു എന്നുള്ള ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് എന്നർത്ഥം. ദിസ് സിസ്റ്റം പ്രൊവൈഡ്സ് ഫോർ റെഗുലർ, സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ്, കോസ്റ്റ് എഫക്റ്റീവ് ലിങ്കേജ് ബിറ്റ്വീൻ ദ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നിക്ഷേപകർക്കും അതുപോലെ തന്നെ പണം ബിസിനസ്സിൽ പണം മുടക്കുന്നവർക്കും അവർ മുടക്കുന്ന പണത്തിന് ഏറ്റവും കാര്യക്ഷമമായ വരുമാനം, കോസ്റ്റ് എഫക്റ്റീവായ വരുമാനം, വളരെ കാര്യക്ഷമമായ അതിന്റെ പ്രവർത്തനം ഒക്കെ ഉറപ്പുവരുത്തുക, സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക, നിരന്തരമായിട്ടുള്ള ഒരു സംവിധാനം രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറിലും ഉണ്ട്. ഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റുകളും ഇതിന്റെ ഭാഗമാണ്. ദീസ് ആർ ഇന്റർ ഡിപെൻഡന്റ് കമ്പണൻസ്. ഇത് ഒന്ന് മറ്റൊന്നുമായിട്ട് പരസ്പരം ബന്ധിതമാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. എ ഫിനാൻഷ്യൽ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് മാർക്കറ്റ്സ് വിച്ച് ഫോസ്റ്റർ സേവിങ്സ് ആൻഡ് ചാനലൈസ് ദം ടു ദെയർ മോസ്റ്റ് ഇഫക്റ്റീവ് യൂസ്. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെറ്റ് സ്ഥാപനങ്ങളാണ്, ഇൻസ്ട്രുമെന്റ്സ് ആണ്, ആൻഡ് മാർക്കറ്റ്സ് ആണ്, വിച്ച് ഫോസ്റ്റർ സേവിങ്സ്, അത് സമ്പാദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ശീലത്തെ വളർത്തുന്നു രാജ്യത്ത് എന്ന് പറയാം. ജനങ്ങൾക്ക് സമ്പാദ്യശീലം വളർത്തുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ആൻഡ് ചാനലൈസ് ദം ടു ദെയർ മോസ്റ്റ് എഫിഷ്യന്റ് യൂസ്. അങ്ങനെ ജനങ്ങൾ ഉണ്ടാക്കുന്ന കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ബാങ്കുകളിലോ മറ്റു സ്ഥാപനങ്ങളിലോ ഒക്കെ ആയിട്ട്
സമ്പാദിക്കുന്ന ആ പണം കൃത്യമായി ചാനൽ തിരിച്ച് വഴിതിരിച്ചു വിട്ട് ഏറ്റവും ഫലപ്രദമായ രാജ്യത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രമീകരണമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കായി അത് മാറുമ്പോഴാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ആയി മാറുന്നത്. അത് അതിനകത്ത് ഒരു കൂട്ടം സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, മാർക്കറ്റ്സ് ഉണ്ട്. അതെന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത്, ഫോസ്റ്റർ ചെയ്യുന്നത്? പൊതുജനങ്ങളുടെ സമ്പാദ്യശീലത്തെ ഫോസ്റ്റർ ചെയ്യുന്നു. savings habit of the general public and channelize their income or their savings to the most efficient use of that സേവിങ്സ്. ആ സേവിങ്സിന്റെ ഏറ്റവും കാര്യക്ഷമമായ വിനിയോഗത്തിലേക്ക് അതിനെ ചാനലൈസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ സിസ്റ്റം റെഗുലേറ്റ്സ് ഡീലിംഗ്സ് ബിറ്റ്വീൻ വേരിയസ് ഇക്കണോമിക് യൂണിറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻഡിവിജ്വൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും അടക്കമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇക്കണോമിക് യൂണിറ്റുകൾക്ക് എന്താണ് ഡീൽ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് പണത്തിന്റെ കാര്യത്തിലും പണപരമായ ആസ്തികളുടെ കാര്യത്തിലും ഒക്കെയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം കൃത്യമായ നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ഏർപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മണി ആൻഡ് മോണിറ്ററി അസറ്റ്സിന്റെ കാര്യത്തിൽ ഇറ്റ് ഓൾസോ റിലേറ്റ്സ് ടു ദ പ്രൊവിഷൻ ഓഫ് മണി ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധന സേവനങ്ങളുടെ വിനിമയത്തിന് വേണ്ടിയിട്ട് എന്താണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈസ് കൺസേൺഡ് വിത്ത് സേഫ് ഗാർഡിംഗ് ദ വാല്യൂ ഓഫ് മണി. പണത്തിന്റെ മൂല്യം സേഫ് ഗാർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻപുട്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ക്രെഡിറ്റ് ആൻഡ് അസറ്റ്സ്. ക്യാഷ്, ക്രെഡിറ്റ്, അസറ്റ്സ് ഇതിന്റെ രൂപത്തിലാണ് ഇൻപുട്ട് ഇരിക്കുന്നത്. ഇൻ ഫിനാൻഷ്യൽ ഫോം നെസസറി ഫോർ പ്രൊഡക്ഷൻ. ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ളവയാണ് ഇവയെല്ലാം. ഓർമ്മിക്കുക, പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അതിനകത്ത് പണം വേണം. സോ പണത്തിന്റെ രൂപത്തിൽ വായ്പ വേണം. ഏതൊരു ബിസിനസ് പ്രവർത്തനത്തിനും ക്രെഡിറ്റ് ആവശ്യമാണ്. ആസ്തികൾ വേണം, അസറ്റ്സ് വേണം. ഏതൊരു ബിസിനസ്സിനും പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അസറ്റ്സ് വേണം. അപ്പോൾ ഇതൊക്കെ ഇൻപുട്സ് ആണ്. ക്യാഷും ക്രെഡിറ്റും അസറ്റ്സും ഈ ഇൻപുട്ടുകൾ ഇതൊക്കെ ഇട്ട് കൊടുത്താലല്ലാണ്ട് ഔട്ട്പുട്ട് അഥവാ പ്രൊഡക്ഷൻ നടക്കുകയില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി അസറ്റ്സിന്റെ അക്വയറിങ്, അതിന്റെ നേടിയെടുക്കൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമാണ്. ഈ ഇൻപുട്ടുകൾ ഇട്ട് കൊടുത്താലാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. So economic activities and growth are greatly facilitated by an efficient mechanical system. അപ്പോൾ രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും രാജ്യത്ത് നടക്കുന്ന ബിസിനസിന്റെ വളർച്ചയും ഒക്കെ പരസ്പരം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. വളരെ കാര്യക്ഷമമായ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വളർച്ച വളരെ സ്ലോയിലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ബാങ്കിങ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ബാങ്കുകളും ATMകളും ഒക്കെ ഉണ്ട്. ജനങ്ങൾ ബാങ്കിങ് ശീലമുള്ളവരാണ്. ഓർമ്മിക്കുക, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ ജനങ്ങൾ ബാങ്കിങ് ഹാബിറ്റ് ഉള്ളവരായിരുന്നില്ല. അങ്ങനെ ജനങ്ങൾ ബാങ്കിങ് ഹാബിറ്റ് ഉള്ളവരാണ്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിവുള്ളവരായി മാറി. അപ്പോൾ ജനങ്ങളുടെ സമ്പാദ്യത്തെ ഇത് മൊബിലൈസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് അലോക്കേറ്റ്സ് ദം ടു ഡിഫറെന്റ് യൂസേഴ്സ്. പലതരത്തിലുള്ള യൂസേഴ്സിലേക്ക് ആ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് ബിസിനസ്സുകാർക്ക് വളരാനുള്ള അവസരങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദസ് ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇന്ന് നല്ല ഒരു ശക്തമായ സ്ട്രോങ് ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പായി വന്നിട്ടുണ്ട്. ഇത് ഈ വളർച്ച എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ഗ്രോത്ത് ഓഫ് സേവിങ്സ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സമ്പാദ്യം ശീലവും വളർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ജനങ്ങൾ പണം ബിസിനസ്സുകളിലോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ മുടക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്ത് വളർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ലീഡിങ് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഇത് സാമ്പത്തിക പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കും എന്നർത്ഥം. ഇനി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഫിനാൻഷ്യൽ സിസ്റ്റം അവരവരുടേതായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് മാത്രമായി അവകാശപ്പെടാവുന്ന കുറെ പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത ഭാഗത്തായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് വളരെ ഇന്റഗ്രേറ്റഡ് ആണ്, വെൽ ഇന്റഗ്രേറ്റഡ് ആണ്, വെൽ റെഗുലേറ്റഡ് ആണ്. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ മാർക്കറ്റുകളെല്ലാം തന്നെ പരസ്പരം കൂട്ടിയോജിപ്പിക്കപ്പെട്ടതെന്നാണ് ഇന്റഗ്രേറ്റഡ് എന്ന അതിന്റെ അർത്ഥം. ഉണ്ടോ? അത് വെൽ ഇന്റഗ്രേറ്റഡ് ആണ്, ഒപ്പം തന്നെ വെൽ റെഗുലേറ്റഡ് ആണ്. കൃത്യമായി നിയന്ത്രിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ ധനകാര്യ മേഖലയിലെ പല സ്ഥാപനങ്ങളും. ഇന്നോവേറ്റീവ് ആണ്, പുത്തൻ ആശയങ്ങൾ കണ്ടെത്തി ഫിനാൻഷ്യൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ധനകാര്യ ഉപകരണങ്ങൾ നമ്മുടെ ഇവിടെ രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലേ? എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്കറിയാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ കോൾ മണി ഉണ്ട്, ട്രേഡ് ട്രഷറി ബില്ല്, ട്രേഡ് ബില്ല്, CP സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, CD ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, CP കൊമേഴ്ഷ്യൽ പേപ്പർ. ഇങ്ങനെയുള്ള ധനകാര്യ ഇൻസ്ട്രുമെന്റ്സ് പുത്തൻ ഇന്നലെ വരെ ഇല്ലാതിരുന്ന പല പുത്തൻ ധനകാര്യ ഇൻസ്ട്രുമെന്റ്സും അപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് കഴിയുന്നുണ്ടെന്നുള്ളത് അതിന്റെ കരുത്താണ്.
സർവീസസ്, പുതിയ പുതിയ ഫിനാൻഷ്യൽ സർവീസസ്, ഫാക്ടറിങ്, ലീസ് ഫിനാൻസിങ്, ഇതൊക്കെ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. അങ്ങനെയുള്ളതൊക്കെ പണ്ടുണ്ടായിരുന്നില്ല, ഇതൊക്കെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന മർച്ചന്റ് ബാങ്കിങ് സർവീസസ്, ഇതൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സർവീസസ് ഡെവലപ്പ് ആൻഡ് ഡൈനാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ പുത്തൻ മാറിയ പുതിയ പുതിയ വെറൈറ്റി ഓഫ് സ്ഥാപനങ്ങൾ ദാറ്റ് മീറ്റ് ദ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗവൺമെന്റ് ആൻഡ് കോർപ്പറേറ്റ് സെഗ്മെന്റ്സ്. വ്യക്തികൾക്ക് ഫിനാൻഷ്യൽ നീഡ് ഉണ്ടാവും, ഗവൺമെന്റിന് ഫിനാൻഷ്യൽ നീഡ് ഉണ്ടാവും, കോർപ്പറേറ്റ് കമ്പനികൾക്ക് അഥവാ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് ഒക്കെ ഫിനാൻഷ്യൽ നീഡ് ഉണ്ടാവും. അതൊക്കെ മീറ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഷോർട്ട് ടൈം ഫണ്ടുകളും ലോങ് ടൈം ഫണ്ടുകളും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് കഴിയുന്നു എന്നുള്ളത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു കരുത്തായിട്ട് നമുക്ക് പറയാം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. അത് വളരെ ഓർഗനൈസ്ഡ് ആണ്. അങ്ങനെ RBIയുടെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ RBIയുടെ കീഴിൽ ഓർഗനൈസ്ഡ് ആണ്. അതിന് ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയാം. ഒപ്പം തന്നെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ മേഖലയും ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്നുണ്ട്. നാടൻ ബാങ്കർമാർ, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, അതുപോലെ തന്നെ ചിട്ടി ഫണ്ടുകൾ നിധികൾ നടത്തുന്ന ആൾക്കാർ, ലോക്കൽ മണി ലെൻഡേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ രണ്ട് പ്ലെയേഴ്സ് ഉണ്ട്, ഓർഗനൈസ്ഡ് സെക്ടറിലെ പ്ലെയേഴ്സും അൺഓർഗനൈസ്ഡ് സെക്ടറിലെ പ്ലെയേഴ്സും. അത് ഓർമ്മിക്കുക, അത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ പ്രത്യേകതയായിട്ട് ഫീച്ചറായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ പോയിന്റ് എഴുതണം. രണ്ട്, ഇറ്റ് റെഗുലേറ്റ്സ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ വേരിയസ് എക്കണോമിക് യൂണിറ്റ്സ്. പല എക്കണോമിക് യൂണിറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനെ അത് നിയന്ത്രിക്കുന്നു എന്നുള്ളത്. അതായത് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളാവാം, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡുകളാവാം. അതായത് വ്യക്തികളുടെ കുടുംബങ്ങളെയാണ് ഹൗസ് ഹോൾഡ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന ഫാക്ടറീസ് നടത്തുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഗവൺമെന്റ്, ഇതൊക്കെ വ്യത്യസ്ത സാമ്പത്തിക യൂണിറ്റുകളാണ്. ഇവയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പണത്തിൻ്റെതായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളും ട്രാൻസാക്ഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. നോക്കൂ, വ്യക്തികളാണെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും ഗവൺമെന്റിന് ടാക്സ് അടക്കണ്ടേ? പണമല്ല അടക്കുന്നത്. അപ്പൊ വീടുകളിൽ നിന്നും ബിസിനസ് യൂണിറ്റുകളിൽ നിന്നും ഗവൺമെന്റിലേക്ക് പണത്തിന്റെ ഒഴുക്ക് നടക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഗവൺമെന്റ് ചിലപ്പോൾ ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സബ്സിഡി കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിൽ നിന്ന് ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പണത്തിന്റെ ഒഴുക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വീട്ടുകാരും ഗവൺമെന്റിന് ടാക്സ് അടക്കും. അതുപോലെ തന്നെ വീട്ടുകാർ വ്യവസായശാലകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ പണം വീടുകളിൽ നിന്ന് വ്യവസായശാലകളിലേക്ക് ഒഴുകും. വ്യവസായശാലകളിൽ വീടുകളിൽ നിന്ന് ലാൻഡ്, ലേബർ, അല്ലെങ്കിൽ ഫാക്ടറി ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് എടുക്കുകയോ അവരുടെ ഇതൊക്കെ സേവനങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യും. അതിന് ശമ്പളമോ റെന്റോ കൊടുക്കും. അപ്പോൾ വ്യവസായശാലയിൽ നിന്ന് വീടുകളിലേക്ക് പണം കൊടുക്കും. അപ്പൊ ഇവരിൽ ഈ മൂന്ന് യൂണിറ്റുകൾ, ഇൻഡസ്ട്രി, ഗവൺമെന്റ്, ഹൗസ് ഹോൾഡ്, ഈ മൂന്ന് യൂണിറ്റുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണത്തിന്റെ ഒഴുക്ക് അഥവാ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കണ്ടേ? അത് നിയന്ത്രിക്കാൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കൃത്യമായ സംവിധാനമുണ്ട്. അത് റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. മൂന്ന്, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൂടിയാണ്? ഫിനാൻഷ്യൽ സിസ്റ്റം പ്രൊവൈഡ്സ് എ ലിങ്കേജ് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നോക്കൂ, ഡെപ്പോസിറ്റേഴ്സ് മിച്ചം പണം സമ്പാദ്യം കയ്യിലുള്ളവരാണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ? ഇപ്പൊ ഡെപ്പോസിറ്റേഴ്സ് ഒരു വശത്ത്, ഡെപ്പോസിറ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒരു മറുവശത്ത്, അതുപോലെ തന്നെ ഫണ്ട് ആവശ്യമുള്ള ബോറോവേഴ്സ് മറുവശത്ത്. ഇവരൊക്കെ തമ്മിൽ ലിങ്കേജ്, അതായത് ഒരു പരസ്പര ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സംവിധാനമുണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ് എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതായത് നമ്മുടെ ധനകാര്യ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം, അലോക്കേഷൻ, അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനത്തെ അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അതുപോലെ തന്നെ ധനകാര്യ കമ്പോളത്തെ വികസിപ്പിക്കുന്ന ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം വഴിയൊരുക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് എയ്ഡ്സ് ഇൻ ഫിനാൻഷ്യൽ ഡീപ്പനിങ് ആൻഡ് ബ്രോഡനിങ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആഴപ്പെടുത്താനും വിപുലപ്പെടുത്താനും അത് ലക്ഷ്യമിടുന്നു. ഇത് അതിനൊക്കെ സഹായകരമായി പ്രവർത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡീപ്പനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു സംശയം ഉണ്ടാകും. മറ്റൊന്നുമല്ല, ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മുടെ ഇന്ത്യയുടെ GDPയുടെ ഒരു ശതമാനമായിട്ട് മാറുക എന്നതാണ് ഫിനാൻഷ്യൽ ഡീപ്പനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്കണോമിസ്റ്റുകളാണ് ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്തുന്നത്. അതായത് ഫിനാൻഷ്യൽ സർവീസുകൾ നൽകുക, അങ്ങനെയുള്ള ഏർപ്പാടുകളിലൂടെ ഒരുപാട് വരുമാനം രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുക എന്നാണ് അർത്ഥം. ഫിനാൻഷ്യൽ ബ്രോഡനിങ് എന്ന് പറഞ്ഞാൽ
ഇൻക്രീസിങ് നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ്, ഒരുപാട് ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുക തുടങ്ങിയവയൊക്കെയാണ് ഫിനാൻഷ്യൽ ബ്രോഡനിങ്. ഇത് രണ്ടും നടക്കണം. അതായത് ഫിനാൻഷ്യൽ ഡീപ്പനിങ് നടക്കണം, ഫിനാൻഷ്യൽ ബ്രോഡനിങ് നടക്കണം. ഇത് രണ്ടിനും വഴിയൊരുക്കുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെഗുലേറ്ററി എൻവയോൺമെന്റ്, സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസി സിസ്റ്റം ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കേന്ദ്ര ബാങ്ക് അഥവാ RBI, റിസർവ് ബാങ്ക് നമ്മുടെ രാജ്യത്തുണ്ട്. വളരെ സൗണ്ട് ആയിട്ടുള്ള ബാങ്കിങ് സംവിധാനം, വളരെ ആരോഗ്യകരമായ ബാങ്കിങ് സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. വെൽ ഫംഗ്ഷനിങ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് നമ്മുടെ രാജ്യത്തുണ്ട്. എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് ഡെറ്റ്, പൊതുജനങ്ങളുടെ കടം വളരെ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ആൻഡ് ഫിനാൻസ് ആർ ബേസിക് എലമെന്റ്സ് ഫോർ വിച്ച് ആർ റിക്വയർഡ് ഫോർ എ വെൽ ഫംഗ്ഷനിങ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനുണ്ട് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ് എന്നിങ്ങനെയുള്ള രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന ഭാഗമാണ് ഇനി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതും തുടർന്ന് അങ്ങോട്ട് ചർച്ച ചെയ്യാനുള്ളതും.